എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അനിയത്തി വീട്ടിൽ വന്നിട്ടുണ്ട്. അതെൻ്റെ കുഞ്ഞേ മിണ്ടരുത്. അവൾ എനിക്ക് എന്തോരം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. മിക്കവാറും ഞാൻ ബാത്റൂമിലായിരിക്കും, ബാത്റൂമിൽ നിന്ന് ഇറങ്ങത്തില്ല മിക്കവാറും. എന്തായാലും നമുക്ക് നോക്കാം. ആളുസേ, എന്താണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്? Cheesy egg with bread. Okay. Cheesy egg with bread. Yeah. Cheese എവിടെ? Cheese ഇല്ലാത്ത cheesy egg. Okay. ആൾക്ക് ഫുഡുണ്ടാക്കാൻ അറിയാന്നുള്ള വായത്താളം മാത്രം ഉണ്ടായിരുന്നല്ലോ തോന്നുന്നു. ആള് റെസിപ്പി തപ്പിക്കൊണ്ടിരിക്കുന്നു. കാണിക്കണില്ലേ ഏട്ടാ, കാണിക്കണില്ലേ? ആള് കാണിക്കണില്ലേ? ബട്ടർ എവിടെയാണ്? ബട്ടർ മേളിലായിരിക്കും അല്ലേ? ബട്ടർ മേളിലായിരിക്കും. ഓ, മുട്ട പൊട്ടിക്കല്ലേ ഗായ്സ്. ഇത് ബട്ടറല്ലേ? ബട്ടർ ദേ മുട്ട പൊട്ടിച്ചു ഗൈസ്. അവൾ എല്ലാം അറിയാമോ മുട്ട? ബട്ടർ ചെയ്യുന്ന 2 eggs മതിയോ നമുക്ക് രണ്ടുപേർക്ക്? അരിസീന എന്തിനരിയൻ എടി? ഇത് ഫുള്ള് നിന്റെ ഇതാണ്. നമ്മള് ഐ എം ജസ്റ്റ് ഇത് വീഡിയോഗ്രാഫർ. ആ, വീഡിയോഗ്രാഫറിനാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതറിഞ്ഞൂടെ? ഞാൻ ആരെ തപ്പണ? വീഡിയോയില് കൈമുറിയണൊക്കെ കിട്ടണല്ലേ. ഗാർലിക് ഇതിലേക്ക് മുട്ടയിലേക്ക് ഇടണം. ഓക്കെ, മുട്ടയിലിട്ട് കിട്ടിയില്ല കേട്ടോ, ഒന്നുകൂടി ഇടുക. കിട്ടി. നമുക്ക് കുറച്ചും കൂടെ അരിഞ്ഞു വെക്കാം, ബിക്കോസ് വി നീഡ് ഇറ്റ് ഫോർ ലേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അരിഞ്ഞു വെക്കാം. ഈ പിച്ചാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹാൻഡി. പക്ഷെ എൻ്റെ കട്ടിങ് സ്കിൽസ് ആരും നോക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഫുഡാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ വലിയ മാസ്റ്റർ ഷെഫൊന്നും അല്ലാത്തതുകൊണ്ട്, ഈ വീഡിയോഗ്രാഫർ കൊള്ളില്ലാത്തതുകൊണ്ട് കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. ഉപ്പിട്ടായിരുന്നു, ഇനി ഇത് കുറച്ചിടണം. ചില്ലി ഫ്ലേക്സ്, സോറി, കുറച്ച് കൂടി പോയി. ഇത് നീ കഴിക്കുവേ? ഇങ്ങനെ ചെയ്യൂ ബാലു, ഇങ്ങനെ. ഇനി നമ്മൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി സ്ക്രാമ്പിൾ ചെയ്യുന്ന പോലെ സ്ക്രാമ്പിൾ ചെയ്യരുത്. കുറച്ച് അത് ഓംലെറ്റ് വരുവത്തായിട്ട് മാത്രമേ നമ്മൾ സ്ക്രാമ്പിൾ. നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ എടുക്കണം, പിന്നെ ഇങ്ങനെ എടുക്കണം. ഗാർലിക് എന്തിനാണ് നമ്മൾ വീണ്ടും എടുക്കുന്നത്? ബിക്കോസ് നമ്മൾ അതിന്റെ ഗ്രേവി ഉണ്ടാക്കാം. നമ്മൾ ഗാർലിക് ഇടാൻ പോകുന്നു ഗൈസ്. മൊത്തമുള്ള ടെൻഷൻ കണ്ട ഇതെന്താകുമെന്നുള്ള കോൺസെൻട്രേഷൻ. ഓ, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. ഓക്കെ, ലുക്ക് ഹിയർ കോൺസെൻട്രേഷൻ നോക്കട്ടെ. അല്ലേ കൊന്ന് തള്ളേ. അമ്മ ഇന്ന് പാല് ഉണ്ടാവും തോന്നല്ലോ കേട്ടോ. ഇനി മതി, ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ അമ്മേ. അത് ലാസ്റ്റ് ടോസ്റ്റ് ചെയ്യാനുള്ളത്. ചുമ്മാ ഇതിന്റെ കൂടെ മുക്കി കഴിക്കാനുള്ളതിന് മാത്രം ഈ സാധനത്തിനകത്ത് മുക്കാനുണ്ടായത്. ഇത് കുറച്ച് തോന്നണല്ലോ. അതെടുക്കാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. 2 മുട്ടയല്ലേ എടുത്തോളൂ. അപ്പൊ നീനൊക്കെ ഞാൻ നിന്റെ കൈയിടും. നിന്റെ വായി കൈയിടുവെന്ന് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മുട്ട ഇതിലേക്ക് അതിന്റെ അകത്തിട്ടു ഗൈസ്. എന്തെങ്കിലുമൊക്കെ നടക്കും. എന്നിട്ട് ഇത് കുഴച്ചു കൊടുക്കും. അത് വെള്ളം. സാധനം റെഡി. ഇതാണ് നമ്മുടെ ചീസി എഗ്. என்னடாங்க சத்தம்? ஒண்ணுலையா, அப்படியே பாத்திரத்துக்கிட்ட பேசி வெளிக்கிட்டே இருக்கണ. നമ്മൾ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്തത് ഗൈസ്. നമ്മളങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം പെറുക്കിയെടുത്ത് സാധനത്തിൽ വെച്ചിരിക്കുന്നു. നോക്കൂ ഗൈസ്, ആർട്ടിസ്റ്റ്. ഓക്കെ ഗൈസ്, നോക്കൂ ഗൈസ്. അവളൊരു സംഭവം തന്നെയെന്നൊക്കെ അവൾ തന്നെ പറയുന്നുണ്ട്. അതിനെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആയിട്ട് ഗൈസ്. സംഭവം ഒന്നും പറയാനില്ല. വിഷയം കൊങ്ക് പിടിച്ചാണ് പറയിപ്പിച്ചെങ്കിലും
സാന്നിധ്യം വിഷയമായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ബ്രെഡും ഇത്തിരി ഇതും കൂടി എടുത്തിട്ട് മാളൊന്ന് കഴിച്ചാൽ ഇങ്ങനെ ബ്രെഡ് എടുക്കണം. എന്തോ ഉണ്ട് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. വിഷയം കംപ്ലീറ്റ് ആയിരിക്കും നമ്മൾ.